ഹലോ ഫ്രണ്ട്സ്, ക്ലിസ്റ്റൊക്കെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബെൽഫാസ്റ്റിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേൾഡ് ഫേമസ് മാർക്കറ്റാണ്. നമുക്കിവിടെ പല രാജ്യങ്ങളിലെ കൾച്ചറൽ ഐറ്റംസ്, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെ ഫുഡ്, പല രാജ്യങ്ങളിലെ പ്രോഡക്ട്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്മസിൻ്റെ എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ഇത് നവംബർ 16 തൊട്ട് ഡിസംബർ 22 വരെയാണ് കേട്ടോ ഇത് ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിനി മാർക്കറ്റിന്റെ കാശ് എടുക്കാണെങ്കിൽ നമുക്ക് അകത്തേക്ക് പോകാം. ഇത് ഇവിടുത്തെ ഒരു ബെൽഫാസ്റ്റ് സിറ്റി ഹാൾ എന്ന് പറയും കേട്ടോ. ഈ ഹാളിനകത്താണ് നമ്മൾ ഈ മാർക്കറ്റ് ഇവർ നടത്തുന്നത്. നമുക്ക് ഇതിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഫുള്ള് LED ലൈറ്റ്സ് ആണ്. ഇത് ഇവിടുത്തെ മെയിൻ റോഡാണ് കേട്ടോ. അതിലുണ്ട് പുറത്തൊക്കെ നമുക്ക് നോക്കിയാൽ ഫുൾ ലൈറ്റുകളാണ്. ഫുൾ ഒരു ക്രിസ്മസിന്റെ ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി നേരെ അകത്തേക്ക് കയറാം. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര പാട്ടും ബഹളമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു വേറെ ആംബിയൻസ് ആണ്. ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇത് ജർമ്മൻ സോസേജ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന പോലെയാണ്. അടിയിൽ അവർ ചാർക്കോൾ ഇട്ടിട്ടാണ് ഈ സോസേജ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ്. ഇത് മെക്സിക്കൻ ബറീറ്റോ ആണ്. ഫുള്ള് തൊപ്പിക്കടകൾ. ഇത് ചീസ് ഐറ്റംസ്. അതുപോലെ ഇതെന്തുവാണ്, ഡാഡ് ക്രാഫ്റ്റ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്. നല്ല തിരക്കാണ് കേട്ടോ. ഇതൊക്കെ ഡ്രസ് ഐറ്റംസ് ആണ്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇതുണ്ടോ, ഒരു മഞ്ഞിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് കിട്ടും. ഇവിടെ എല്ലാം പിള്ളേർക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരു പാർക്ക് പോലെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുണ്ടോ, ഇതൊക്കെ പലതരത്തിലുള്ള പാത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പഞ്ഞിമുട്ടായി പോലെ ഐറ്റമാണ് കേട്ടോ. അതുണ്ടോ, ഇത് പിള്ളേരുടെ പാർക്ക് പോലെ സംഭവമാണ്. ഇത് ഫുൾ ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇത് മുൾഡ് വൈനാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബർഗറാണ്. ഇത് ഇവിടുത്തെ തന്നെ ചോക്ലേറ്റ് ആണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രഞ്ച് ഫുഡാണ്. ഇത് മാർഷ്മെല്ലോ ടോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് സാന്റയുടെ വർക്ക്ഷോപ്പാണ്. നമുക്കിവിടെ ക്യൂ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പുറത്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്മസ് ട്രീ, അതുപോലെ ക്രിസ്മസ് പാപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുണ്ട്, സിലിക്കൺ ടോയ്സ് വിൽക്കുന്ന ഒരു കടയാണിത്. ഇതാണ് ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണിത്. ഇത് നോക്കിയേ, ഒരു രക്ഷയില്ല. ഇതുണ്ട് ചെറിയ തടി കഷ്ണത്തിലൊക്കെ ഇതുണ്ടോ ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ നോക്കിയേ. വലിയ തടി ഇല്ല, ചെറിയ ചെറിയ തടി കഷ്ണമാണ്. ഇതെല്ലാം ഒലിവാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്നിപ്പം കുറച്ച് നടന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒത്തിരി കടകളുണ്ട്, ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത പല രാജ്യങ്ങളിൽ പല ഐറ്റംസ്, പല രാജ്യങ്ങളിലെ ചോക്ലേറ്റുകളുണ്ട്. അതേപോലെ തന്നെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഐറ്റംസ്, അതായത് ഒലിവിൻ്റെ തടിയിൽ ക്രാഫ്റ്റ് ചെയ്ത കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ പലതരം ചോക്ലേറ്റ്, പല രാജ്യങ്ങളിലെ ഫുഡ്, അതായത് ഫ്രഞ്ച്, ജർമ്മന്, മെക്സിക്കൻ, അങ്ങനെ പല രാജ്യങ്ങളിലെ ഫുഡുണ്ട്. ഫുഡ് തന്നെ ഒരു ഇന്ന സ്റ്റാളുകളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് ബാറുകൾ, പബ്ബുകൾ, അങ്ങനെയൊക്കെ അത് ഇഷ്ടംപോലെ ഉണ്ട്. ഫുള്ള് ഒരു വേറെ വൈബാണ് കേട്ടോ. അതായത് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ക്രിസ്മസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അത് കിട്ടാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് പോയി കാണണം. ഇത് എല്ലാ ദിവസവും തന്നെ ഓപ്പൺ ആണ് കേട്ടോ. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ രാവിലെ 10 തൊട്ടിട്ട് 8 മണി വരെയും, വെള്ളി, ശനി ദിവസങ്ങളിൽ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 തൊട്ടിട്ട് രാത്രി 10 വരെയും, അതുപോലെ ഞായറാഴ്ച 2 തൊട്ടിട്ട് 8 വരെയുമാണ് ഈ മാർക്കറ്റ് ഉള്ളത്. നമുക്ക് ഇവിടെ കാണുന്ന സ്ഥലത്ത് വലിയ റേറ്റ് ഒന്നുമില്ല, എല്ലാം വളരെ ചീപ്പാണ്. അതായത് ആവറേജ് 10 പൗണ്ട് 15 പൗണ്ട് ആ റേഞ്ചൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസിനും ആകുന്നത്. അതായത് ഫുഡ് ആണെങ്കിലും ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഈ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇതുണ്ട് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതുണ്ട് വേറൊരു ആംബിയൻസ് ഉണ്ട്. ഇങ്ങോട്ട് കയറുമ്പം ഫുള്ള് ഒരു സ്ട്രീറ്റിൽ ചെന്ന് നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കും അതേപോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പല ടൈപ്പ് കടകൾ, വൈനുകൾ, കാര്യങ്ങളെല്ലാം നമുക്കിത് മേടിച്ചത് നമുക്കിതിൻ്റെ സെൻട്രൽ ഭാഗത്ത് മുരിയാണ്. ഭയങ്കര തിരക്കാണ്.
നമ്മുടെ ഫുഡിൻ്റെ കൂടെ റേറ്റ് കണ്ടോ, 10-9 പൗണ്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഇപ്പം നമ്മൾ പൊക്കുന്ന സമയം ഏകദേശം 7 മണിയൊക്കെ കേട്ടോ. ഇന്നിപ്പം ഇത് 8 മണിക്ക് ക്ലോസ് ചെയ്യും. ഇതുണ്ടോ, ലെതർ ജേർണലുകളുണ്ട് ഈ ഫുള്ള് വെച്ചിരിക്കുന്നത്, പല സൈസുള്ളതുണ്ട്. ഇതുണ്ടോ, ഒരു പബ്ബ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിൽ. ഇത് ഫുള്ള് ഇതുണ്ടോ, അതായത് പാട്ട്, ഡാൻസ്, ഇതുണ്ടോ, ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. ലൈവ് മ്യൂസിക് എല്ലാം ഉണ്ട്. ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പം ബെൽഫാസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാർക്കറ്റ് സന്ദർശിക്കുക. അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിരിക്കത്തില്ല. നമ്മളിങ്ങനെ മാർക്കറ്റിന്റെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെയും കുറെ കടകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ മാർക്കറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് പല രാജ്യത്തുള്ള പല വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റിയില്ലേ? അപ്പൊ നമുക്കൊരു അടിപൊളി വീഡിയോ അടുത്തോടെ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്ലീൻസ് ടെക്.